പേളി മണി ഷെയർ ചെയ്തിട്ട് വൈറലായിട്ടുള്ള ഈ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വൻ നഷ്ടമായിപ്പോയി. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ ടേസ്റ്റോ സ്മെല്ലോ ഒന്നുമല്ല, അതിന് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യണുള്ളൂ. പക്ഷെ അത് ചേർക്കുന്ന രീതിയിലുള്ളൊരു വ്യത്യാസം, അത് മാത്രമാണ് ഈ നെയ്ച്ചോറിനെ ഇത്രയും റിച്ചും ടേസ്റ്റും ഒക്കെ ആക്കുന്നത്. ഈ നെയ്ച്ചോറിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ അത് ഉണ്ടാക്കാം. അതിനായിട്ടൊരു 10-12 കാഷ്യൂസ് എടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ ഒരു പീസ് പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കസകസയും കൂടെ ഒരു 1/2 സ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ ഒരു 3-4 തണ്ട് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് 3 എടുക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ നെയ്ച്ചോറിനെ വേറെ ലെവൽ ടേസ്റ്റിലേക്ക് എത്തിക്കുന്ന ആ പേസ്റ്റ്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നോർമലി നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂസും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ഓൾറെഡി മറ്റേ പേസ്റ്റിൽ അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു 3-4 കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളക് കാണിച്ചാൽ എണ്ണം കുറച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ 4 പേർക്ക് കഴിക്കാനുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. അതായത് 400 ml ഒരു കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കാണ് ഈ പറഞ്ഞ അളവുകൾ. ഇനി ഈ സവാളയൊക്കെ നല്ലോണം വഴന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. സവാള മുരിഞ്ഞു പോവല്ല, നല്ലോണം വഴന്ന് സോഫ്റ്റായിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ സവാള നല്ലോണം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ സവാള കൂടുതലായിട്ട് തോന്നുന്നില്ലേ, പക്ഷെ വഴന്നൊക്കെ വരുമ്പോൾ ഇത് അധികമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് നമ്മുടെ അരിക്ക് വേണ്ടിയിട്ട് ഇത്രയും സവാള തന്നെ ചേർക്കണം. ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ കഴുകി വെള്ളം കളയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി ആഡ് ചെയ്ത് കൊടുക്കാം. അരി ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ജീരകശാല റൈസ് തന്നെയാണ് നല്ലത്. ബസ്മതി റൈസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയെന്ന് വരില്ല. സവാളയും നമ്മളിപ്പോൾ ചേർത്ത അരിയും ഒക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇപ്പോൾ ഈ ഇളക്കിയെടുക്കാനായിട്ട്. 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അധികമായി പോയിട്ടുണ്ടെങ്കിൽ ചോറ് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അരി കുതിരാനായിട്ട് ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് 2-3 വട്ടം കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചു. ആ അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പേസ്റ്റാണ് ഈ റൈസിനെ അത്രയും ടേസ്റ്റി ആക്കുന്നത്. ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഇത് നല്ലോണം ഇളക്കുക. ഈ പേസ്റ്റ് ഒന്ന് അടിയെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് വയ്ക്കാൻ പറഞ്ഞത്. ഇനി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് അരിക്ക് വേവാനായിട്ട് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം, തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ സിമ്മിൽ തന്നെ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. അതുകൊണ്ട് അരി വേവാനുള്ള വെള്ളം തികയാണ്ട് വരും. ഇതേ സെയിം റെസിപ്പി നമുക്ക് കുക്കറിൽ ചെയ്യാൻ പറ്റും. പേർലി മണി കുക്കറിൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. ഇതേ സെയിം തന്നെയാണ് കുക്കറിൽ അടച്ചു വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ പാത്രത്തിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ കുറച്ച് ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സവാള വഴന്ന് വരാനായിട്ട്. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് തന്നെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം, എന്നാലാണ് അരി വെന്ത് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പാവുള്ളൂ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പായിരുന്നു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. നല്ലോണം ഒന്ന് ഇളക്കുക. നമ്മൾ ഒഴിച്ച നെയ്യും ഓയിലും ഒക്കെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതെല്ലാ ഭാഗത്തേക്ക് ആവുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റൈസ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. അത് ചൂട്ടോടെ ആയതുകൊണ്ടാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒട്ടലൊക്കെ പോയിട്ട് നല്ല ഉലർന്നിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസായിട്ട് കിട്ടും. ടേസ്റ്റും സ്മെല്ലും മാത്രമല്ല, അതിൻ്റെ കളറിലും നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ള കളറായിരിക്കും, പക്ഷേ ഇതിനൊരു ഗോൾഡൻ കളറിലാണ് ഇരിക്കുക. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റിനെ അത്രയും എൻഹാൻസ് ചെയ്യണേ. പക്ഷേ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ കറുവപ്പട്ട, ഗ്രാമ്പു ആണെങ്കിലും അതുപോലെ മല്ലിയില ആണെങ്കിലും ഒക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിനെ ശരിക്കും ബാധിക്കും. അത് കറക്റ്റ് അളവിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ വട്ടവും സാധാരണ നെയ്ച്ചോറല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്